വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയുടെ അടുത്ത പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ 133 കർദിനാളന്മാരാണ് പങ്കെടുക്കുന്നതെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. വോട്ടവകാശമുള്ള 135 പേരിൽ ഇറ്റാലിയൻ കർദിനാൾ ആഞ്ചലോ ബെച്ചുവും സ്പെയിനിലെ കർദിനാൾ അന്റോണിയോ കാനിസാരെ ലോവേറയും ആരോഗ്യപരമായ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയതോടെയാണ് അംഗസംഖ്യ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വന്നത്. 135 കർദിനാളന്മാർ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം. അംഗസംഖ്യ 130 ആണെന്ന് വത്തിക്കാൻ അറിയിച്ചതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായി. വോട്ടവകാശമുള്ളതിൽ 124 പേരുൾപ്പെടെ മൊത്തം 183 കർദിനാൾമാർ ഇന്നലെ യോഗത്തിൽ സംബന്ധിച്ചു. കർദിനാൾ കോളേജിൽ യൂറോപ്പ് ഇപ്പോഴും തനതായ സ്ഥാനം വഹിക്കുന്നുണ്ട്. വോട്ടവകാശമുള്ള 53 കർദിനാളന്മാർ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. ഇവരിൽ ചിലർ യൂറോപ്യൻ ഇതര രാജ്യങ്ങളിലെ രൂപതകളുടെയും അതിരൂപതകളുടെയും തലവന്മാരോ വിദേശത്തോ കൂരിയയിലോ അപ്പോസ്തലിക് കാര്യാലയങ്ങളിലോ സേവനമനുഷ്ഠിക്കുന്നവരോ ആണ്. യൂറോപ്പിൽ ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർദിനാളന്മാരുള്ളത്, 19 പേർ. ഫ്രാൻസിൽ നിന്ന് 6ഉം സ്പെയിനിൽ നിന്ന് 5ഉം ഇങ്ങനെ പോകുന്ന കണക്കുകൾ. അമേരിക്കയിൽ നിന്നുള്ളത് 37 കർദിനാളന്മാരാണ്. ഏഷ്യയിൽ നിന്ന് 23ഉം ആഫ്രിക്കയിൽ നിന്ന് 18ഉം ഓഷ്യാനിൽ നിന്ന് 4ഉം എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ.